ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജഗോപാലിൻ്റെ നടത്തം ഇടയ്ക്ക് താനം നിലച്ചു. ചെറിയ സംഭവങ്ങളൊന്നും നടത്തത്തെ ബാധിക്കാറില്ല. അതങ്ങനെ യാന്ത്രികമായി തുടർന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നടത്തം നിന്നു പോവുകയെന്ന് വെച്ചാൽ മനസ്സിൻ്റെ താളം തെറ്റിയെന്ന് തന്നെയാണ് അർത്ഥം. അറിയാതെയാണ് നിന്ന് പോകുന്നത്. സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒരു മൂളിപ്പാട്ട് ചുണ്ടത്ത് വരും. ഓർമ്മകളെ നിരത്തി വെച്ച് തിരഞ്ഞാൽ പോലും കണ്ടെടുക്കാൻ കഴിയാത്ത പാട്ടിൻ്റെ വരികൾ തനിയെ ഓർമ്മ വരും. എന്നാൽ നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉള്ള ദിവസം എല്ലാ വിളക്കുകളും മങ്ങിക്കാണപ്പെടും. പ്രപഞ്ചം പലപ്പോഴും ചലനമറ്റ് സ്തംഭിച്ചു നിൽക്കുന്നതായി തോന്നും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇന്ന് എന്ന് രാജഗോപാലിന് തോന്നി. അയാൾ പാരപ്പറ്റിൽ ചാരി വിദൂരതയിലേക്ക് കണ്ണയച്ചു നിന്നു. തങ്ങളുടെ ഓമനയായി വളർന്നു വന്ന കുഞ്ഞ് താൻ അനാഥയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത് ഭീകരമായ ഒരവസ്ഥയായിരുന്നുവെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എത്ര വിഗ്രഹങ്ങളാണ് അവളുടെ മനസ്സിൽ ഉടഞ്ഞു വീഴുന്നത്. അവൾ ഈ പരീക്ഷണഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും? കുറേ സമയം കഴിഞ്ഞ് വാച്ചിൽ നോക്കിയപ്പോഴാണ് അരമണിക്കൂറിലേറെയായി താനങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് ബോധ്യം വന്നത്. അയാൾ തിരിച്ചു വരുമ്പോൾ അല്ലിമ്മയുടെ മുറി നോക്കി. അത് തുറന്നു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് എത്തി നോക്കി. മുറിയിൽ അവളില്ല. രാജഗോപാൽ തൻ്റെ ബെഡ്റൂമിന് നേർക്ക് നീങ്ങി. വിശാഖും വിന്താരിയും മ്ലാനവതരായി വാതിലിനിപ്പുറം അകത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. രാജഗോപാൽ അകത്തേക്ക് നോക്കി. ശ്രീലക്ഷ്മിയുടെ 2 കാലിലും കെട്ടിപ്പിടിച്ച് മുഖം ചേർത്ത് വിങ്ങിപ്പൊട്ടുകയാണ് അല്ലിമ. കിടക്കയിലിരിക്കുകയാണ് ശ്രീലക്ഷ്മി. അവളും കരയുന്നുണ്ട്. കാൽപാദങ്ങളിൽ നിന്നും അല്ലിമയെ പിടിച്ചു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. രാജഗോപാൽ അകത്തേക്ക് കിടന്നപ്പോൾ ശ്രീലക്ഷ്മി നിറമിഴികളോടെ ഭർത്താവിനെ നോക്കി. രാജഗോപാൽ വിശാഖിൻ്റെയും വിന്താരയുടെയും നേർക്ക് തിരിഞ്ഞ് ശാസിച്ചു. നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പോയി കിടന്നുറങ്ങ്. അയാൾ വാതിലടച്ചു. എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക് നീങ്ങി. രാജേട്ട ഭയങ്കര കരച്ചില. ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും, ശ്രീലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു. അവൾ അല്ലിമയുടെ മുഖം പിടിച്ചു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവളെ തലോടുകയും പുറത്ത് താളം തട്ടുകയും ചെയ്യുന്നുണ്ട്. കരച്ചിലിന് പക്ഷേ ശമനമൊന്നുമില്ല. രാജഗോപാൽ ചെന്ന് കട്ടിലിരുന്നു. മോളെ. അവളുടെ ചുമലിൽ കൈത്തലം വെച്ച് വിളിച്ചു. അത് അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂട്ടിയതേ ഉള്ളൂ. നിന്നെയല്ലേ മോളെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്. ഇന്ന് വരെ ഞങ്ങൾ നിന്നോട് എന്തെങ്കിലും ഒരു വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും അല്ലിമ പൊട്ടിക്കരഞ്ഞു. ഞാനും ലക്ഷ്മിയും നിൻ്റെ അടുത്ത് സ്നേഹം അഭിനയിച്ചതല്ല. അത്രയും സ്നേഹത്തോടെ തന്നെയാണ് നിന്നെ വളർത്തിയത്. ശ്രീലക്ഷ്മി കിടക്കയിലിരുന്ന് അവളെ പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ അവരുടെ കാലുകളിൽ മുറുകെ പിടിച്ച് പാദത്തിനു മീതെ മുഖമണിച്ച് കിടന്ന് കണ്ണീരൊഴുക്കി. പിന്നെ രാജഗോപാലോ അവളോടൊന്നും സംസാരിച്ചില്ല. സാന്ത്വന വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അവളുടെ സങ്കടം സീമാതീതമാണ്. അവൾ എന്തെല്ലാമാണെന്ന് അഹങ്കരിച്ചിരുന്നുവോ അതെല്ലാം തകർന്നടിയതിൻ്റെ കരച്ചിലാണിത്. രാജഗോപാലും ശ്രീലക്ഷ്മിയും തമ്മിലുണ്ടാകാറുള്ള ചെറിയ ശീതസമരങ്ങളിൽ അല്ലിമ എപ്പോഴും അച്ഛൻ്റെ പക്ഷമായിരുന്നു. ആ അമ്മയേക്കാൾ കൂടുതൽ ഗുണവാനും സുന്ദരനുമാണ് അച്ഛൻ എന്നായിരുന്നു അവളുടെ പക്ഷം. അമ്മയെപ്പറ്റി നല്ലത് പറയാനല്ല, അച്ഛൻ്റെ നന്മകൾ വാഴ്ത്താനായിരുന്നു അവൾക്കിഷ്ടം. അച്ഛന് വേണ്ടിയാണെങ്കിൽ എന്ത് സഹായം ചെയ്യാൻ, എത്ര കഷ്ടപ്പെടാനും അവൾ തയ്യാറായിരുന്നു. എന്നാൽ അമ്മ ഒരു സഹായം ആവശ്യപ്പെട്ട എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് മാറിക്കളയും. അവളുടെ മനസ്സിൽ കൂടി എന്തെല്ലാമായിരിക്കും കടന്നു പോകുന്നതെന്ന് അയാൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത് പശ്ചാത്താപത്തിൻ്റെ തിരിച്ചറിവിൻ്റെയും വേദനയാണ്. അവൾക്കത് കടന്നു പോയേ പറ്റൂ. അല്ലിമയുടെ ചില കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ശ്രീലക്ഷ്മിയെ പലപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാജഗോപാലിനറിയാം. ശ്രീലക്ഷ്മി ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ സ്വകാര്യമായി പരാതി പറഞ്ഞിട്ടുണ്ട്.
അപ്പോഴൊക്കെ താൻ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നീ അതൊക്കെ അവളോട് ക്ഷമിക്കണം. അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞാണ് അവളെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നത്. നീ അവളുടെ അമ്മയാണെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടല്ലേ. സത്യം അറിയാമെങ്കിൽ അവളങ്ങനെ പെരുമാറാൻ ധൈര്യം കാണിക്കുമോ? അതാണ് ശരിയെന്ന് ശ്രീലക്ഷ്മിക്ക് പിന്നീട് മനസ്സിലായി. സ്വന്തം മാതാപിതാക്കളാണെന്ന ധൈര്യമാണ് അവളെ ഇത്രയും കാലവും മുന്നിൽ തന്നെ നടത്തിയത്. ഇനി ചിലപ്പോൾ അവളൊരു ചുവട് പിന്നിലേക്ക് പോയേക്കാനും സാധ്യതയുണ്ട്. രാജഗോപാൽ അല്ലിമയുടെ ശിരസിലും ചുമലിലും മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. കാലുകൾക്ക് തീ പിടിച്ചതുപോലെയായിരുന്നു സന്ദീപിൻ്റെ അവസ്ഥ. ഒരിടത്തും ഇരിപ്പുറയ്ക്കുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. അല്ലിമയെ വിളിക്കാൻ പലതവണ ഫോൺ എടുത്തുവെങ്കിലും അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു. നന്ദനയാണ്. എന്താ? സന്ദീപ് അവളെ തുറച്ചു നോക്കി. അമ്മയും സന്തോഷനും കൂടി സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എനിക്കത് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിക്കും. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ശരിക്കും അല്ലിച്ചേച്ചി അവരുടെ മകളല്ലേ ഏട്ടാ? ആയിരുന്നു, ഇപ്പോൾ അല്ലാതാക്കി. അതാണ് സത്യം. ഏട്ടനറിയായിരുന്നോ വീട്ടിലെ മോളല്ലെന്ന്? എന്നോട് അമ്മയാണ് പറഞ്ഞത്. അത് അല്ലിക്കറിയില്ലെന്ന് അറിയിക്കരുതെന്നും പറയണ്ടേ? അത് പറഞ്ഞില്ല. ആ പാവം എൻ്റെ തലയിലോട്ട് വെച്ചു. ഏട്ടൻ പറഞ്ഞിട്ടാണോ അല്ലിച്ചേച്ചി ആദ്യമായിട്ട് അറിഞ്ഞത്? പിന്നല്ലാതെ. ഷോ, അത് വലിയ കഷ്ടമായിപ്പോയല്ലോ. ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞതൊന്നും സത്യമില്ലെന്ന് എന്നോട് തർക്കിച്ചിട്ട് ഫോൺ വെച്ചിട്ട് പോയതാ. അവളുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുക. അയ്യോ, ഇപ്പം ചോദിച്ചിട്ടുണ്ടാവുമോ? പിന്നെ ചോദിക്കാണ്ടിരിക്കുമോ? ആരായാലും ചോദിക്കില്ലേ? എന്നിട്ട് അവനെന്ത് പറഞ്ഞു? പിന്നെ വിളിച്ചില്ല. ഏട്ടൻ അങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നോ? എന്ത് ധൈര്യത്തിലാണ് നന്ദന ഞാൻ വിളിക്കുക? അവളിപ്പോൾ സത്യം അറിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും കാലം പറയാതിരുന്നിട്ട് അവരത് പറയുമോ ഏട്ടാ? അവരങ്ങനെ കള്ളം പറയുന്നവരല്ല. ആയിരുന്നെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോലും സത്യം പറയില്ലായിരുന്നു. വേറെന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറിയേനെ. നന്ദന അമ്പരപ്പിൽ അല്പനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഏട്ടൻ അങ്ങോട്ട് വിളിച്ചൂടെ? എന്നിട്ട് ഞാൻ എന്താടി പറയണ്ടേ? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞല്ലേ സത്യമെന്ന് ചോദിക്കണോ? ആശ്വസിപ്പിക്കല്ലേ? ഏട്ടനെ അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ. വിഷമിക്കരുത്, അങ്ങനെ എന്തെങ്കിലും പറയണം. ഏട്ടനല്ലേ ഇപ്പോൾ കൂടെ നിൽക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും. ഏട്ടനല്ലേ എല്ലാത്തിനും കാരണക്കാരൻ. അതെ, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. ചേച്ചി വഴക്കൊന്ന് പറയുമെന്ന് പേടിച്ചിട്ടാണോ? എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു തീരുമാനം എടുക്കണം. ഞാൻ അവളുടെ ഒപ്പം നിൽക്കുമെന്ന്. അങ്ങനെ തന്നെ വേണം ഏട്ടാ. ഇത്രയിടം വന്നിട്ട് ഇട്ടിട്ട് പോയാൽ ഏട്ടൻ ആരായി? ഒരു മനസാക്ഷി ഇല്ലാത്തവനാണെന്നല്ലേ അല്ലി ചേച്ചിയും ആ വീട്ടുകാരും വിചാരിക്കുക. ഞാൻ പോലും അങ്ങനെ കരുതൂ. എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ അല്ലിയെ ഫോൺ ചെയ്യുമ്പോൾ അത് വെറുതെ ആശ്വാസവാക്ക് പറയാൻ വേണ്ടി ആകരുത്. ഏതായാലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ ഈ വീടിന് പുറത്തു പോകേണ്ടി വന്നേക്കും. ഒരു പെണ്ണിന് വേണ്ടി വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചു പോയവനെന്ന് പലരും കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷെ സത്യം അതല്ലെന്ന് ഞാൻ തന്നെ തെളിയിച്ചിരിക്കും. സന്ദീപ് തൻ്റെ നിലപാട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഞാനും ഏട്ടൻ്റെ കൂടെയാണ്. ഏട്ടൻ വേറൊന്നും നോക്കണ്ട. ഏട്ടൻ കണ്ടിഷ്ടപ്പെട്ടു. അത് തുറന്നു പറഞ്ഞ് കല്യാണം ആലോചിച്ച് വന്നതാണെങ്കിൽ ഏട്ടനത് നടത്തുക തന്നെ വേണം. അങ്ങനെയല്ലേ ആണുങ്ങൾ ചെയ്യേണ്ടത്. നന്ദന വീരോടെ സന്ദീപിന് പൂർണ്ണ പിന്തുണയും വാഗ്ദാനവും ചെയ്യും. ഏട്ടൻ അലിച്ചേച്ചി വിളിക്ക്. ഇല്ല, ഈ ഒരു രാത്രി കടന്നു പോയിക്കോട്ടെ. ഞാൻ എത്ര വിളിച്ചാലും അവൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റും തോന്നണില്ല. ശരിക്കും പറഞ്ഞാൽ അവളേക്കാൾ വിഷമിക്കുന്നത് ഞാനാ. പക്ഷെ ആരറിയുന്നു? എനിക്കറിയാം.
ഏട്ടനിന്ന് ഉറങ്ങാൻ പറ്റില്ല. നീ പൊയ്ക്കോ. എനിക്കിപ്പോൾ തനിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമാധാനം. സന്ദീപ് അവളെ നിർബന്ധിച്ച് തിരിച്ചയച്ചു. അധ്യായം 29. രാവിലെ ഏതോ ഭീകര സ്വപ്നത്തിൻ്റെ അന്ത്യത്തിൽ ഞെട്ടിവിറച്ച് സർവാംഗം വിയർത്തു കുതിർന്നാണ് ശ്രീലക്ഷ്മി കണ്ണു തുറന്നത്. എന്നിട്ടും സ്വപ്നത്തിൻ്റെ അന്തിമ ദൃശ്യങ്ങൾ കാഴ്ചയിൽ അവശേഷിച്ചു. വെള്ളരിപ്രാവിനെ പോലൊരു കുഞ്ഞ് ശ്രീലക്ഷ്മിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുന്ദരിക്കുട്ടിയുടെ അമ്മയാകാൻ കഴിഞ്ഞതിൽ ആനന്ദിക്കുകയും അഭിനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു താൻ എന്ന് ശ്രീലക്ഷ്മി ഓർത്തു. ഒരു വലിയ സദസ്സിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞിലും അവളുടെ അമ്മയിലുമായിരുന്നു. സ്റ്റേജിൽ കയറി നിന്ന് ആ കുഞ്ഞ് അതിമനോഹരമായൊരു പാട്ടുപാടി. കരഘോഷം മുഴുകുവാൻ മാലാഖമാരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ട് ശ്രീലക്ഷ്മി അത്ഭുതപ്പെട്ടു. അവരുടെ വെള്ളിച്ചിറകുകൾ ഒരേ താളത്തിൽ മെല്ലെ അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഓർക്കാപ്പുറത്തൊരു കൊടുങ്കാറ്റ് വീശി. ഇരുട്ട് വന്നു. ആളുകൾ ഓടിമറഞ്ഞു. സ്റ്റേജിൽ നിന്നും പാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കാണാനില്ല. ശ്രീലക്ഷ്മി അവളുടെ പേര് ചൊല്ലി നിലവിളിച്ചുകൊണ്ട് എല്ലായിടത്തും പാഞ്ഞു. ഏത് ദിക്കിലേക്കും ഇടവഴികൾ മാത്രമേ ഉള്ളൂ. ഒരു ചതുരത്തിൽ അവളെത്തി. അതിലൊന്നിലൂടെ തൻ്റെ മകൾ ഓടിപ്പോകുന്നത് അവൾ കണ്ടു. ശ്രീലക്ഷ്മി പിന്നാലെ ഓടി. ഒരിക്കലും കുഞ്ഞിൻ്റെ ഒപ്പമെത്താൻ കഴിയാത്ത പോലെ അകലം കൂടിക്കൂടി വരികയും ശ്രീലക്ഷ്മിയുടെ പാദങ്ങൾ കുഴഞ്ഞു പോവുകയും ചെയ്തു. ഒടുവിൽ ആ ഇടവഴി അവസാനിക്കുന്നത് എവിടെയാണെന്ന് അവൾ കണ്ടു. ഒരു ഭയാനകമായ ഗർത്തത്തിൻ്റെ വിളിമ്പിൽ കുഞ്ഞിനെയും കാണാം. അവൾ ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾക്കിത് കളിയാണ്. മോളയെന്ന് അലറി വിളിക്കുമ്പോഴൊക്കെ എല്ലാം കഴിഞ്ഞു. ഗർത്തത്തിൻ്റെ വിളിമ്പിൽ നിന്നും അവൾ അത്യഗാധതയിലേക്ക് വീണു. ഈശ്വര, താൻ എന്തൊരു പേടിയാണ് പേടിച്ചെന്ന് ശ്രീലക്ഷ്മി വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ഓർത്തു. ഇത് സ്വപ്നമാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിരുന്നില്ലല്ലോ. ആ പേടിയിൽ സ്വപ്നത്തിൽ തന്നെ താൻ മരിച്ചു പോകുമെന്ന് ശ്രീലക്ഷ്മി വിചാരിച്ചു. ഒരുപക്ഷെ ഇങ്ങനെയാകാം ആളുകൾ ഉറക്കത്തിൽ മരിച്ചു പോകുന്നത്. കിതപ്പടങ്ങിയപ്പോൾ ശ്രീലക്ഷ്മി കിടക്കയിൽ കിടന്നു തന്നെ ഇരുവശവും നോക്കി. രാജഗോപാൽ ഒരു വശത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്ന് നെഞ്ചിലൊരാന്തലുണ്ടായി. അല്ലിമ്മയുടെ അവളെ ഇന്നലെ രാത്രി തങ്ങളുടെ കൂടെയാണല്ലോ കിടത്തി ഉറക്കിയത്. ഇന്നലെ രാത്രി അവൾ ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കൊണ്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് എവിടേക്കും വിടാതെ ഒരു കുഞ്ഞിനെ എന്ന പോലെ താനും രാജേട്ടനും അവളെ കൂടെ കിടത്തിയത്. കെട്ടിപ്പിടിച്ചും തഴുകിയും തലോടിയും ഉറക്കിയത്. ശ്രീലക്ഷ്മി രാജഗോപാലിനെ വിളിച്ചുണർത്താൻ ഭാവിക്കുമ്പോഴേക്കും അയാൾ ഉണർന്നു കഴിഞ്ഞു. നേരെ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്കാണ് കണ്ണു തുറന്നത്. പിന്നെ കിടക്കയിലേക്കും. അല്ലിമോളവിടെ? കണ്ടില്ല, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ, ശ്രീലക്ഷ്മി പറഞ്ഞു. രാജഗോപാൽ ഇടതുകൈ തണ്ട ഉയർത്തി വാച്ച് നോക്കുമ്പോഴേക്കും ശ്രീലക്ഷ്മി എഴുന്നേറ്റു. ലേറ്റായല്ലോ. നടക്കാനും പോയില്ല. അവളെന്താ വിളിക്കാതെ എണീറ്റ് പോയത്? പാതി ആത്മഗതമായിട്ടുള്ള ആ ചോദ്യങ്ങൾക്കൊന്നും ശ്രീലക്ഷ്മി ഉത്തരം പറഞ്ഞില്ല. വാഷ് ബേസിനിൽ മുഖം കഴുകി മുടിവാരിക്കെട്ടി അവൾ അല്ലിമയെ തിരക്കി വെപ്രാളത്തോടെ മുറി വിട്ടിറങ്ങി. അല്ലിമയുടെ മുറിയിൽ അവളില്ല. വിശാഖും വിന്ധാരിയും ഇനിയും ഉണർന്നിട്ടില്ല. കിച്ചണിൽ ശബ്ദം കേട്ട് ശ്രീലക്ഷ്മി അവിടേക്ക് ചെന്നു. അവിടെയുണ്ട് അല്ലി. എത്ര നിർബന്ധിച്ചാലും അടുക്കളയിൽ കയറാത്തവൾ എന്തൊക്കെയോ ജോലി ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന അടുക്കള അവൾ വെടിപ്പാക്കിയിരിക്കുന്നു. കഴുകാതെ സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി യഥാസ്ഥാനത്തടുക്കി. സ്റ്റൗവിൽ ഇഡ്ഡലി പാത്രം ഇരിപ്പുണ്ട്. അവളതിൻ്റെ മൂടി പൊക്കിയപ്പോൾ ആവി ശക്തമായി പൊന്തി. അത് മുഖത്തടിച്ച് അവൾ തല പിന്നോട്ട് വെട്ടിച്ചു. ഇഡ്ഡലി തട്ടെടുത്ത് അതിലെ ഇഡ്ഡലി ഒരു സ്റ്റീൽ ബേസിലേക്ക് തട്ടിയിട്ടു. അതിനിടയിൽ ഓർക്കാപ്പുറത്ത് അവളുടെ നോട്ടം ശ്രീലക്ഷ്മിയുടെ മേൽ വീണു. ഒരു നിമിഷം അവൾ സ്തംഭയായി. ശ്രീലക്ഷ്മിയുടെ മുഖം മുറുകി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ശ്രീലക്ഷ്മി അകത്തേക്ക് കടന്നു വന്നു. ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ ചട്നിക്കുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് അരച്ചിട്ട് ചൂടാക്കി കടുക് പൊട്ടിച്ചെടുത്താൽ മതി. ചായ ഇട്ടിട്ടുണ്ട്, എടുക്കട്ടെ? ശ്രീലക്ഷ്മി അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അവരുടെ കണ്ണുകളിൽ സങ്കടവും ദേഷ്യവും ഇരമ്പി. അടുക്കളയിൽ ഒരു കൈ സഹായിക്കാൻ കെഞ്ചി പറഞ്ഞാലും കേൾക്കാത്തവളാണ്.
കിച്ചൺ അമ്മയുടെ സാമ്രാജ്യ. എനിക്ക് ആ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിലും IASന് പോകണം, ഞാനെന്തിനാണ് അടുക്കളപ്പണിക്ക് നിൽക്കുന്നത്? ഇതായിരുന്നു അവളുടെ വാദം. പെൺകുട്ടികളായ അത്യാവശ്യം അടുക്കള ജോലിയും പാചകം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യാറുള്ളത്. അപ്പോഴും പൂച്ചയുടെ കഴുത്തിൽ കയറിട്ട പോലെ നിൽക്കും. മതിയില്ലേ, പോരെ, ഇനി പോയിക്കോട്ടെ എന്ന് കൂടെ കൂടെ ചോദിക്കും. രാവിലെ ചായ ഇട്ട് കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. അത് ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പത്രം വായന. ചായ കുടിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ ഇടത് കയ്യിൽ ചായ ഉണ്ടായിരിക്കണം. അത് തണുത്ത് കഴിയുമ്പോൾ വാഷ് ബേസിനിൽ ഒഴിച്ചു കളയാണ് മിക്കപ്പോഴും പതിവ്. പക്ഷെ ചായ കിട്ടിയില്ലെങ്കിൽ വലിയ കോലാഹലം ഉണ്ടാകും. അവൾക്കിന്ന് ചായ വേണ്ട, പത്രം വേണ്ട. നീയാണോ ഇന്ന് ഇവിടെ ചായ ഉണ്ടാക്കാറ്? ശ്രീലക്ഷ്മി ചോദിച്ചു. നിന്നോട് ആര് പറഞ്ഞു അടുക്കളയിൽ കയറാൻ? എന്തിനാ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്കറിയണം. എന്താ നിൻ്റെ ഉദ്ദേശം? ഒന്നുമില്ല നീ. അല്ലിമയുടെ സ്വരം താണു. പിന്നെന്താ എന്നൊരു മാറ്റം? സ്തോഭം കൊണ്ട് ശ്രീലക്ഷ്മിയുടെ സ്വരത്തിൽ വിറപടർന്നു. ഇന്നലെ എനിക്കൊരു വെളിച്ചം കിട്ടിയല്ലോ. എന്ത് വെളിച്ചം? പറയടി, എന്ത് വെളിച്ചം നിനക്ക് കിട്ടിയത്? ശ്രീലക്ഷ്മിയുടെ ഒച്ച ഉയർന്നു. അല്ലിമ അമ്പരപ്പോടെ നോക്കി. അമ്മേ, പ്ലീസ് വഴക്ക് പറയല്ലേ. നീ പറ, മനസ്സിലുള്ളത് പറ. ഒറ്റ ദിവസം കൊണ്ട് നീ ഞങ്ങൾക്ക് അന്യായോ? അതല്ല അമ്മേ. പിന്നെന്താന്ന് പറ, എനിക്കറിയണം. പെട്ടെന്ന് ഒരു കരച്ചിൽ ഇരമ്പി വന്നത് വിഴുങ്ങിക്കൊണ്ട് അല്ലിമ ഗദ്ഗതത്തോടെ പറഞ്ഞു. ഞാനിവിടെ കിടന്ന് എന്തുമാത്രം അഹങ്കരിച്ചിട്ടുണ്ടമ്മേ, ഒന്നും അറിയാതെ. മുൻപ് എങ്ങനെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെ മതി ഇനിയും. ശ്രീലക്ഷ്മിയുടെ ചൂണ്ടുവിരൽ വിറച്ചു. ഞങ്ങൾക്കിവിടെ വേലക്കാരിയൊന്നും വേണ്ട, മനസ്സിലായോ നിനക്ക്? അപ്പോഴേക്കും ശ്രീലക്ഷ്മി വിങ്ങിപ്പൊട്ടിപ്പോയി. അമ്മേ. അല്ലിമ ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ സങ്കടം കൊണ്ടാണ്. ഞാൻ അമ്മയെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് എത്രമാത്രം തട്ടിക്കയറിയിട്ടുണ്ട്. നീ ആ കടം വീട്ട് കണ്ണോടി. ശ്രീലക്ഷ്മി അവളുടെ മുഖം പിടിച്ചുലച്ചു. നിന്നെക്കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. അല്ലിമ അവരുടെ തോളത്ത് മുഖമിട്ട് ഒലച്ച് കരഞ്ഞു. പല്ല് തേച്ച് മുഖം കഴുകി ടവലിട്ട് തുടച്ച് ബാത്റൂമിൽ നിന്നും രാജഗോപാൽ ഇറങ്ങി വന്നപ്പോൾ ശ്രീലക്ഷ്മി ഒരു ചായക്കപ്പും കയ്യിൽ പിടിച്ച് മുറിയിൽ പ്രതിമ പോലെ നിൽപ്പുണ്ട്. ഇതെന്താ ചായ ഇങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇന്നത്തെ മോർണിംഗ് വാക്ക് എന്തായാലും മുടങ്ങി, രാജഗോപാൽ പറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി. അല്ലിമോളവിടെ? ഇപ്പോൾ അവളുടെ മുറിയിലുണ്ട്. അവളുടെ മൂഡ് എങ്ങനെയുണ്ട്? സംസാരിച്ചോ? ചായ കുടിക്ക്. രാജഗോപാൽ ഒരു കവിളി ചായ കുടിച്ചു. ഇതെന്താ ഇങ്ങനല്ലല്ലോ? അല്ലിമോളുടെ ചായ. അതെന്താ? രാട്ടൻ തന്നെ ചെന്ന് ചോദിച്ചു നോക്കണം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അടുക്കളപ്പണിയാ. എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി, ചട്നി, ചായ. ഇപ്പോഴാണ് രാജഗോപാൽ ശ്രദ്ധിച്ചത്. ശ്രീലക്ഷ്മിയുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നു. ശബ്ദം ഇടർന്നു. അവൾക്ക് എന്തു പറ്റിയിടൂ? എനിക്കറിഞ്ഞൂടാ. വെളിച്ചം കിട്ടിയത്രേ. എന്ത് വെളിച്ചം രാജേട്ടാ? നമ്മൾ അവളുടെ ആരുമല്ലെന്നോ? അതാണോ വെളിച്ചം? ലക്ഷ്മി, അവൾക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. നമ്മൾ അവളുടെ മനസ്സുകൂടി കാണണ്ടേ? നമ്മൾ അന്യരാണെന്നുള്ള മറ്റുള്ള പെരുമാറ്റത്തിൻ്റെ സൂചന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല രാജേട്ടാ. 21 വർഷം നമ്മളവിടെ മോളായിട്ട് കരുതി വളർത്തിക്കൊണ്ടു വന്നിട്ട്. ശ്രീലക്ഷ്മിയുടെ കണ്ണിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ അവൾക്ക് പ്രായം. എന്തറിയാം അവൾക്ക്? നമ്മൾ സമയം കൊടുക്കണം. അവൾ പഴയ പോലെ തന്നെ ആയിക്കോളും. ഇപ്പോൾ ഒരു ഷോക്കേറ്റ് നിൽക്കുക. അവൾക്കിനി നമ്മളെ മുമ്പത്തെ പോലെ കാണാൻ പറ്റുമോ? സ്വന്തം അമ്മയെ സ്നേഹിക്കണ പോലെ അവൾക്ക് എന്നെ ഇനിയും സ്നേഹിക്കാൻ പറ്റുമോ? അതിൽ കൂടുതൽ. നീ നോക്കിക്കോ, നമ്മളെങ്ങനല്ലേ അവളെ വളർത്തിയത്. അതോർത്തിട്ട് നീ ഒട്ടും വിഷമിക്കണ്ട ലക്ഷ്മി, രാജഗോപാൽ ആശ്വസിപ്പിച്ചു.
സമാധാനം കിട്ടിയ പോലെ ശ്രീലക്ഷ്മി കിടക്കയിലേക്ക് ഇരുന്നു. ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി വിട്ടു. സാരമില്ല, ശരിയായിക്കോളൂ. രാജഗോപാൽ ചായക്കപ്പ് ലക്ഷ്മി ഏൽപ്പിച്ചു. ലക്ഷ്മി, നമ്മൾ പ്രകടമായിട്ടൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. മറ്റു രണ്ടുപേരും ഒന്നും അറിയാനിടവരുത്. വിന്ദാരെയും വിശാഖിനെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ പതിയെ തലയാട്ടി. വൈഷ്ണവി രാവിലെയാണ് വിവരം അറിഞ്ഞത്. രാജശ്രീ ഫോൺ വിളിച്ച് അതറിയിക്കുകയായിരുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. മറ്റേ കല്യാണാലോചനയില്ലേ, സന്തുവും അല്ലിമയും തമ്മിലുള്ള, അത് തെറ്റിപ്പിരിഞ്ഞു. വൈഷ്ണവി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുപറ്റി ചേച്ചി? അതൊരു ചതിയായിരുന്നു വൈഷ്ണവി. രാജശ്രീ ഫോണിലൂടെ എല്ലാം വിവരിച്ച് കേൾപ്പിച്ചു. വൈഷ്ണവി വിശ്വസിക്കാനാവാതെ അന്താളിപ്പിൽ എല്ലാം മൂളിക്കെട്ടുകൊണ്ട് നിന്നു. ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിച്ച് നാണം കെടാതിരിക്കാൻ വേണ്ടിയാ. കണ്ടാൽ ചിരിക്കുക പോലും വേണ്ട. അവർ തിരിച്ച് ചിരിച്ചൊന്നും വരില്ല, രാജശ്രീ പറഞ്ഞു. അപ്പോൾ ഇനി ആ കല്യാണം നടക്കില്ല അല്ലേ? വൈഷ്ണവി ചോദിച്ചു. ഇല്ലെന്ന്. അവർ പിണങ്ങി. നമ്മൾ ന്യായമല്ലേ ചോദിച്ചത്, പറഞ്ഞതും. അല്ലിമയാണെങ്കിൽ മിനിഞ്ഞാന്ന് കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ചായ കുടിച്ചു. പിന്നെ ഗോപികയോടും കിച്ചനോടും കുറേ വർത്തമാനം പറഞ്ഞു. ഞങ്ങൾക്ക് സ്വന്തക്കാരായി എന്നുള്ള മട്ടിലായിരുന്നു പെരുമാറ്റം. കഷ്ടമായിപ്പോയല്ലോ. ഇതറിഞ്ഞു എന്ന് ഭാവിക്കണ്ട. അറിഞ്ഞത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. സന്തു അറിഞ്ഞില്ലേ ചേച്ചി? അറിയാതെ പറ്റില്ലല്ലോ. അവനെന്താ പറയുന്നത്? നമ്മളെ അവർ പറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അവന് ബോധ്യമായിട്ടുണ്ട്. അവനായിരുന്നല്ലോ അവളെ തന്നെ വേണം നിർബന്ധം. ഇപ്പോൾ എന്നിട്ട് വേണ്ടാന്ന് വെച്ചോ? അല്ലാതെ എന്ത് ചെയ്യും? ജയേട്ടനെ നിനക്കറിയാലോ. ഇനിയിപ്പോൾ അവർ ജാതകം കൊണ്ട് വന്നെന്നിരിക്കട്ടെ, അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥയെ കല്യാണം കഴിക്കാൻ ജേട്ടൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. സന്തുവിന് അത് മതിയെന്ന് പറഞ്ഞാലോ? അവൻ ഇന്നലെ അല്ലിമയോട് സംസാരിച്ചു. അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവൾ അവരുടെ മകളല്ലെന്നുള്ള കാര്യം പറഞ്ഞോ? വൈഷ്ണവി ആശ്ചര്യപ്പെട്ടു. അവനങ്ങ് പറഞ്ഞുപോയി. പറയരുതെന്ന് അവനോട് പറയാനും വിട്ടുപോയി. അപ്പോൾ അല്ലിമയുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കാണില്ലേ? എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവൾക്കൊരു ഷോക്കായി കാണും. അത് പതിയെ പതിയെ മാറിക്കോളും. നിങ്ങൾക്കിതെല്ലാം നിസാരമല്ലേ? പിന്നിൽ നിന്നും ചോദ്യം കേട്ട് രാജശ്രീ പെട്ടെന്ന് മുഖം തിരിച്ചു. നന്ദന വാതിക്കൽ നിൽക്കുന്നു. ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നോടി? പിന്നെ മഹാരഹസ്യമല്ലേ പഴഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കൊള്ളാം. നന്ദന പിന്തിരിഞ്ഞ് കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. ആരാച്ചി? വൈഷ്ണവിയുടെ ചോദ്യം വന്നു. നന്ദനയാ. അവളും അറിഞ്ഞോ? അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ സന്തുവിൻ്റെ സൈഡാ. പിള്ളേരൊക്കെ അങ്ങനെയാണെന്നേ. എപ്പോഴും പ്രേമിക്കുന്നവരുടെ കൂടെ നിൽക്കൂ. അവർക്കെന്തറിയാം? അനുഭവജ്ഞാനം ഇല്ലല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. ഇതൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ, രാശ്രീ പറഞ്ഞു. നന്ദന ചെല്ലുമ്പോൾ സന്ദീപ് കട്ടിലിരിപ്പുണ്ട്. ഇതെന്തെങ്ങനെ? കണ്ണ് രണ്ടും കണ്ടില്ലേ, കള്ളുകുടിയന്മാരുടെ മാതിരി. സന്ദീപ് അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. വിളിച്ചോ? ആരെ? അല്ലി ചേച്ചിയെ? ഇല്ല. എന്താ വിളിക്കാത്തേ? ധൈര്യം കിട്ടുന്നില്ലേ? ഞാൻ തന്നെ ശരിയില്ല. ഞാനൊന്ന് പ്രിപ്പയർഡ് ആവാതെ ഒന്നും വേണ്ട ഏട്ടാ. ഏട്ടൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ. അല്ലി ചേച്ചി ഉറങ്ങിയിട്ടുണ്ടാവില്ല. വിളിക്ക്. എന്നാലേ നിങ്ങൾ രണ്ടുപേർക്കും സമാധാനം കിട്ടും. നന്ദന ഫോണെടുത്ത് സന്ദീപിൻ്റെ കയ്യിൽ കൊടുത്തു. സന്ദീപ് സംശയിച്ച് നന്ദനെ നോക്കി. ഇതിന് മുൻകരുതലും കുറച്ചിലും നാണക്കേടും ഒന്നുമില്ലാട്ടോ. മനസ്സ് തുറന്ന് കാണിക്കലല്ലേ. വല്ലതും ഒളിച്ചു പിടിപ്പിക്കാനുണ്ടെങ്കിലല്ലേ തയ്യാറെടുപ്പ്. ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? വിസ്മയത്തോടെ അവൻ അവളെ നോക്കി. വിളിക്കി. സന്ദീപ് അല്ലിമയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഒരു തവണ റിങ് ചെയ്ത് തീരുന്നവരെ രണ്ടുപേരും വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ഫോണിലേക്ക് നോക്കിയിരുന്നു. ഒന്നുകൂടെ വിളിക്കി. എടുക്കും, നന്ദന പ്രേരിപ്പിച്ചു. സന്ദീപ് ഒരു തവണ കൂടി കോൾ ബട്ടൺ അമർത്തി. കോള് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഡിസ്പ്ലേയിലെ അക്കങ്ങൾ കീഴിൽ സമയസൂചിക ചലിച്ചു തുടങ്ങി. സന്ദീപിന് ശ്വാസം നിലച്ച പോലെയായി. ഹലോ.
മറുവശത്തു നിന്ന് നനഞ്ഞു കുതിർന്നൊരു ശബ്ദം. ഹലോ അല്ലി. സന്ദീപേട്ടാ. ഇനി എന്തു പറയണമെന്നറിയാതെ സന്ദീപ് സ്തംഭനായി. അപ്പുറത്തുനിന്നൊരു ചൂട് നിശ്വാസം വന്നു. അതേ നിമിഷം തന്നെ അതുപോലൊന്ന് അപ്പുറത്തേക്കും പോയി. ഹലോ അല്ലി. സന്ദീപേട്ടാ. സോറി. തൊണ്ട ഇടറിയാണ് സ്വരം വരുന്നത്. ഇന്നലെ വീറോടെ തർക്കിച്ചു പോയവളാണ്. എന്തിനാണ് സോറി? ഞാൻ ഇന്നലെ വിളിക്കേണ്ടതായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയില്ല സന്ദീപേട്ടാ. ഞാൻ തകർന്നുപോയി. അതുകൊണ്ടാ സോറി. ഒടുവിൽ സ്വരം ഇടറുന്നുവെന്ന് സന്ദീപിന് മനസ്സിലായി. അല്ലി എന്നോട് സോറി പറയണ്ട. അല്ലി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ? സന്ദീപിൻ്റെ സ്വരം ആർദ്രമായി. ഞാനല്ലേ തർക്കിക്കാൻ വന്നത്, ഇതിവിടം വരെ എത്തിച്ചതും. എല്ലാറ്റിനും കൂടി വേണ്ടി പറയാനാണ്. എക്സ്ട്രീംലി സോറി. ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വരില്ല. അതുകൊണ്ടാ. അല്ലേ എനിക്കിപ്പോഴും നിന്നോട് സ്നേഹമുള്ളൂ. വേണ്ട, അങ്ങനെ പറയരുത്. നമ്മൾ രണ്ടുപേരും കുറ്റക്കാരല്ല. അല്ലിയുടെ അച്ഛനും അമ്മയും ചിലതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടല്ലേ. സന്ദീപേട്ടാ പ്ലീസ്, എൻ്റെ അച്ഛനും അമ്മയും കുറ്റം പറയരുത്. ഇന്നലെ വരെ അവരെനിക്ക് അച്ഛനും അമ്മയും മാത്രമായിരുന്നു. ഇന്നെനിക്ക് അവരെൻ്റെ ദൈവങ്ങളാണ്. അവരെ പറയരുത്. നമുക്കിവിടെ എല്ലാം അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി സോറി. ഒരു തേങ്ങലിൽ അവളുടെ സ്വരം നിലച്ചു. അടുത്ത നിമിഷം ഫോണും ഡിസ്കണക്റ്റായി. സന്ദീപ് മെല്ലെ ചെവിയിൽ നിന്നും ഫോൺ മാറ്റി. എന്നിട്ട് അതിലേക്ക് നോക്കി അന്ധനെ പോലെ ഇരുന്നു. ഏട്ടാ എന്താ പറഞ്ഞത്? നന്ദന ആശങ്കപ്പെട്ടു. സന്ദീപ് ഇടം കൈ കൊണ്ട് മുഖം പൊത്തി മുന്നോട്ട് കുനിഞ്ഞിരുന്നു. അവൻ്റെ വിരലുകൾക്കിടയിലൂടെ കണ്ണുനീർ ഊറി വന്നു. അധ്യായം 30. വൈഷ്ണവി നിർബന്ധിച്ചിട്ടാണ് കിഷോർ ഹരിപ്പാട്ടയ്ക്ക് ഫോൺ ചെയ്തത്. സന്ദീപിൻ്റെ ഫോൺ നമ്പറിൽ 2 തവണ റിങ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും മറുവശത്ത് ഹലോ കേട്ടു. സന്തോട്ടാ, ഫോൺ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നോ? ആണ്. എന്തേ വിളിച്ചേ? അമ്മ പറഞ്ഞിട്ട് വിളിച്ചതാ. പെണ്ണുങ്ങൾക്ക് ന്യൂസ് എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കുറവാണ്. വൈഷ്ണവി അടുത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ മകൻ്റെ കൈത്തണ്ടയിൽ പിച്ചി. കിച്ചു, ഞാൻ കുറച്ച് ടെൻഷനിലാണ്. എന്നോടിപ്പോൾ സില്ലിയായിട്ട് സംസാരിക്കില്ലേ? നിനക്കെന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോ. ഒന്നുമില്ലെന്നേ. സന്തോഷിൻ്റെ കല്യാണാലോചനയ്ക്ക് തുറക്കട്ടെ ഞങ്ങളാണല്ലോ. ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നല്ലോ എല്ലാത്തിനും കാരണം. അതേക്കുറിച്ച് നീ വറീഡാവണ്ട. ഇപ്പോൾ അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞത് മാരേജ് നടക്കില്ല എന്ന്. അലിമ ഓർഫനാണെന്ന്. ആ വീട്ടുകാരെ അഡോപ്റ്റ് ചെയ്തിട്ട് വളർത്തിയതാണെന്നൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിച്ചു അതൊക്കെ വിട്. അതെല്ലാം കഴിഞ്ഞിട്ടിപ്പം നേരം കുറേയായി. സന്തോട്ടൻ അല്ലിമയെ വിളിച്ച് സംസാരിച്ചിരുന്നു. സംസാരിച്ചു. അല്ലിമയുടെ റിയാക്ഷൻ എന്താ? അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അറിയുന്നത്. രാജഗോപാൽ സാറും ശ്രീലക്ഷ്മി ചേച്ചിയും അവളുടെ ശരിക്കുള്ള മാതാപിതാക്കളല്ലെന്ന്. അത് സത്യമാണ് സന്തോട്ടാ. അല്ലിയുടെ അച്ഛൻ തന്നെ ഇവിടെ വന്ന് എൻ്റെ അച്ഛനോട് നേരിട്ട് പറഞ്ഞതാ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? എല്ലാം കൊളായി. ഞാനിവിടെ ഭയങ്കര ടെൻഷനിലാണ്. അല്ലി അവിടെ ഇത് സോൾവ് ചെയ്യാൻ മാർഗമൊന്നുമില്ലേ? എല്ലാം കൈവിട്ട് പോയതുപോലൊരു തോന്നലാണ്. സന്തുവട്ടൻ ഏത് പക്ഷത്താ? അല്ലിമയുടെയോ അതോ സ്വന്തം വീട്ടുകാരുടെയോ? ഒന്നുകിൽ എനിക്ക് 2 കൂട്ടരും വേണം, അല്ലെങ്കിൽ 2 കൂട്ടരും വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സന്തോട്ട? അന്ന് ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോഴല്ലേ സന്തോട്ടൻ അല്ലിമയെ കണ്ടത്? അവളെ ആ വീട്ടുകാരെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നെന്ന് വയ്ക്കുക. അതറിഞ്ഞിട്ടും സന്തോട്ടന് അല്ലിമയോട് ഇഷ്ടം തോന്നുമായിരുന്നു. പ്രപ്പോസലുമായിട്ട് ചെല്ലുമായിരുന്നു. എന്താ സംശയം? അവൾ ഓർഫനാണെന്ന് അറിയുമ്പോൾ ഒന്നുകൂടി ഇഷ്ടം കൂടുകയല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോഴെന്താ പ്രശ്നം? ഈ അറിവൊക്കെ തലതിരിഞ്ഞല്ലേ എൻ്റെ ചെവിയിലെത്തിച്ചത്. ആദ്യം വിശ്വസിക്കാൻ പ്രയാസം, അത് കഴിഞ്ഞപ്പോൾ മനഃപൂർവ്വം പിടിച്ചു വച്ചില്ലേ എന്നൊരു സംശയം. എന്നിട്ട് ആര് മറിച്ചു പിടിച്ചെന്ന്?
നമ്മൾ പ്രപ്പോസലുമായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞില്ല. അല്ലിയും എന്നോട് മറച്ചു വെച്ചല്ലോ എന്നൊരു പരിഭവം. അപ്പോൾ കുറേ ദേഷ്യവും അമർഷവും സങ്കടമൊക്കെ തോന്നി. ഇപ്പോൾ എന്താ സന്തോഷിൻ്റെ മനസ്സിൽ? അവരുടെ ഭാഗത്താണോ കുറ്റം? അല്ലടകച്ചു, അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ലിയെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് സത്യം കഴിയുന്നിടത്തോളം ആരെയും അറിയിക്കരുതെന്ന് അവരാഗ്രഹിച്ചു. അല്ലിയെപ്പോലും അറിയിക്കാത്ത രഹസ്യമല്ലേ. നിവൃത്തികേട് കൊണ്ട് മാത്രം അവർ അച്ഛനോട് സത്യം പറഞ്ഞത്. അവർക്ക് കള്ളത്തരം കാണിക്കാനുള്ള സാധ്യത 99% ആയിരുന്നു. പക്ഷെ അവരത് ഉപേക്ഷിച്ചിട്ട് സത്യം പറയാനുള്ള ഒരേ ഒരു സാധ്യത വെച്ച് അത് വെളിപ്പെടുത്തി. അതിനൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാ. പിന്നെ അല്ലി, അവൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അവളും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടം കൂടുതലേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ സന്തോഷിൻ്റെ ഉദ്ദേശം? അച്ഛനോട് പറയും കല്യാണം നടത്തി തരണമെന്ന്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അല്ലിയെ ഞാൻ വിട്ടുകളയില്ല. ഓക്കെ, അതറിഞ്ഞാൽ മതി. വായിക്കട്ടെ. കിഷോർ കോള് കട്ട് ചെയ്തിട്ട് വൈഷ്ണവിയെ നോക്കി. അമ്മേ, സന്തുവേട്ടൻ അവളുടെ കൂടെയാണ്. ഈ കേസിൽ ജഡ്ജി അദ്ദേഹം തോറ്റ് തുന്നം പാടുന്ന ലക്ഷണം. വീട്ടുകാരെ ധിക്കരിച്ച് അവൻ അവളെ കല്യാണം കഴിക്കുമോ? വൈഷ്ണവി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അതെനിക്കറിയില്ല. കേട്ടെടുത്തോളം ഞാനും അല്ലിമയുടെ വീട്ടുകാരുടെ കൂടെയാണ്. അല്ലിമ സ്വന്തം മോളല്ലഞ്ഞിട്ട് അത് അവളെപ്പോലും അറിയിക്കാതെ ഇത്ര നാൾ വളർത്തി അവരെ സമ്മതിക്കണ്ടേ? എന്നും കാണുന്ന നമുക്ക് പോലും തോന്നിയിട്ടില്ലേ അവർക്ക് മൂത്ത മകളോടാണ് സ്നേഹം കൂടുതലെന്ന്? അത് സമ്മതിക്കണം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല അവനവൻ്റെ മക്കളെക്കാൾ വേറൊരുത്തിയെ സ്നേഹിക്കാൻ. പക്ഷേ രാജചേച്ചിയും ജയദേവൻ ചേട്ടനും സമ്മതിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അവർ തോറ്റുപോകും അമ്മേ. സന്ദീപേട്ടൻ അല്ലിമയെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടും. പക്ഷേ സന്ദീപേട്ടന് ജോലിയുണ്ടല്ലോ. ആരുടെയും സഹായമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. തൽക്കാലം ഒരു വാടക വീട് എടുക്കണമെന്നല്ലേ ഉള്ളൂ. ജയദേവൻ ചേട്ടനെ എതിർത്ത് സന്തു അങ്ങനെ ചെയ്യോടകിച്ചു. അതിനുള്ള ധൈര്യം ഉണ്ടാവന് എനിക്ക് തോന്നുന്നില്ല. വൈഷ്ണവി പറഞ്ഞു. ഞാൻ സന്തുവേട്ടനെ സപ്പോർട്ട് ചെയ്യും അമ്മേ. പണ്ടത്തെ ട്രഡീഷണൽ ഫാമിലി കാര്യങ്ങളൊന്നും ഇപ്പം നടപ്പില്ല. സന്തുവേട്ടന് അല്ലിമയെ വേണ്ടെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കും, അവൾക്ക് സമ്മതമാണെങ്കിൽ. കിഷോർ വീരോടെ പറഞ്ഞു. വൈഷ്ണവി ആശ്ചര്യപ്പെട്ട് മകനെ നോക്കി. ഞെട്ടണ്ട, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. അവൾക്ക് ജാതകമില്ലെങ്കിൽ, അവൾ ഓർഫനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറയോ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന്? ആ ചോദ്യത്തിൽ വെല്ലുവിളിയുടെ മുനകൾ വെട്ടിത്തിളങ്ങി. എനിക്കോ നിൻ്റെ അച്ഛൻ്റെ ജാതകവും അത്ര നിർബന്ധമല്ലല്ലോ. ജയദേവൻ ചേട്ടന് അത് നിർബന്ധമായതുകൊണ്ടല്ലേ? അല്ലിമ അഡോപ്റ്റഡ് ആണെന്നുള്ളത് വലിയൊരു പോരായ്മയാണോ? പോരായ്മ തന്നെയാണ്. പക്ഷേ ഞാനും നിൻ്റെ അച്ഛനും അതിൻ്റെ പേരിൽ അവളെ വേണ്ടെന്ന് വെക്കില്ല. അച്ഛനെയും അമ്മയും പോലെ തന്നെ അവൻ്റെ സന്തുവേട്ടൻ്റെ അച്ഛനും അമ്മയും. അവർക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ അംഗീകരിക്കാൻ ഇത്ര മടി? അച്ഛനും അമ്മയും വീടും കുടുംബവും ഇല്ലാത്ത അനാഥക്കുട്ടി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവുണ്ട്. ഇല്ലെന്നൊന്നും നീ പറയണ്ട, വൈഷ്ണവി സമ്മർദ്ദിച്ചു. അമ്മേ, അച്ഛനും അമ്മയും ഇല്ലാണ്ട് കുട്ടികളുണ്ടാവില്ലല്ലോ. ആ അച്ഛനും അമ്മയ്ക്കും എന്തായാലും കുടുംബം ഉണ്ടാവും. കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കുഞ്ഞിൻ്റെ തെറ്റാണോ? തെറ്റ് ചെയ്തത് ഉപേക്ഷിച്ചവരാ. അവർ എൻ്റെ അച്ഛനെയും അമ്മയും പോലെയാണ്. സന്തുവേട്ടൻ്റെ അച്ഛനെയും അമ്മയും പോലെ ഞെളിഞ്ഞു നടപ്പുണ്ടായിരിക്കും. അവർക്ക് സ്ഥാനമാനങ്ങളും കാണും. ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണോ അവർ കാണിച്ച ദുഷ്ടതയുടെ ശിക്ഷ അനുഭവിക്കേണ്ടത്? വൈഷ്ണവി കണ്ണുമിഴിച്ച് മകനെ നോക്കി നിന്നു. ഇവൻ ഇത്രയൊക്കെ ചിന്തിക്കാനും സംസാരിക്കാനായോ? എനിക്കിപ്പോൾ അല്ലിമയെ ഒന്ന് കാണണം തോന്നുക. കിഷോർ പറഞ്ഞു. എന്തിനാ? വേണ്ട വേണ്ട, അവിടെ എല്ലാം കലങ്ങിക്കിടക്കുക. അവരോട് മിണ്ടാനേ പോണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. അമ്മയ്ക്ക് പേടിയല്ലേ ഞാൻ പ്രപ്പോസലായിട്ട് ചെല്ലുമെന്ന്? പോടാ ചക്ക, നീ അങ്ങോട്ട് ചെന്ന ഉടനെ 2 കൈ നീട്ടി സ്വീകരിക്കാനിരിക്കില്ല അവർ. ഇത് തന്നെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. സന്തു അല്ലിയും തമ്മിൽ അത്രയ്ക്ക് അടുത്തു പോയതുകൊണ്ട് മാത്രം സമ്മതിച്ചതാ. അതിങ്ങനെയായി. അല്ലി രക്ഷപ്പെട്ടല്ലോ എന്നായിരിക്കും അവരുടെ സമാധാനം. ഇനി അവൾ IAS ചേർന്നോളുമല്ലോ. അത് സന്തുവേട്ടനാണ് തീരുമാനിക്കുന്നത്. സന്തുവേട്ടൻ ആണാണെങ്കിൽ അല്ലിമയെ തന്നെ കെട്ടിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നീ അവനെ എരികേറ്റണ്ട, മനസ്സിലായോ? അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. വൈഷ്ണവി താക്കീത് ചെയ്യും പോലെ പറഞ്ഞിട്ട് കിഷോറിൻ്റെ അടുത്തുനിന്ന് പോയി. കിഷോർ തൻ്റെ ഫോണിലേക്ക് നോക്കി. അല്ലിമയുടെ ഫോൺ നമ്പർ അതിലുണ്ട്.
ഒന്ന് വിളിച്ചാലോ എന്നാലോചിച്ചു. ഒരാശ്വാസവാക്ക് പറയാനുള്ള വെമ്പൽ. രാജഗോപാൽ അല്ലിമയുടെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും മനോവിഷമമുണ്ടോ, അന്യതാബോധമോ അലസതയോ അവളെ ബാധിച്ചിട്ടുണ്ടോ, ദീർഘമായ ചിന്താക്കുഴപ്പങ്ങളിൽ പെട്ട് ഉഴലുന്നുണ്ടോ അവൾ? പ്രത്യക്ഷത്തിൽ അവൾ മുൻപത്തേക്കാൾ ഉന്മേഷവതിയാണെന്ന് അയാൾക്ക് തോന്നി. കുറച്ച് ഉദാസീനതയും ശ്രീലക്ഷ്മിയെ അനുസരിക്കാനുള്ള മടിയും മുൻപേ തന്നെ ഉണ്ടായിരുന്നു. ഇളയവരായ വിന്ദാരയോടും വിശാഖനോടും അവൾക്ക് കുറച്ച് അധികാരഭാവം കാണിച്ചിരുന്നു. വീട്ടിലെ ജോലികൾ പങ്കിടുന്ന കാര്യത്തിൽ അല്ലിമയും വിന്ദാരയും തമ്മിൽ ഒരു കിടമത്സരം നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലിയെ സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. ശ്രീലക്ഷ്മി വിന്ദാരയുടെ അച്ഛൻ്റെ ഷൂസ് പോളിഷ് ചെയ്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലിമ അത് സ്വയമേവ ഏറ്റെടുത്തു. അവളിരുന്ന് പഠിക്കട്ടെ അമ്മേ, ഞാൻ ചെയ്തോളാം. ശ്രീലക്ഷ്മി മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഷൂറാക്ക് അവിടെയാണുള്ളത്. രാജഗോപാൽ ചെന്ന് നോക്കുമ്പോൾ അവൾ ഷൂസ് ഓരോന്നായി എടുത്തു വെച്ച് പോളിഷ് ചെയ്യുകയാണ്. 5 ജോഡി ഷൂസാണ് രാജഗോപാലിനുള്ളത്. 5 നിറങ്ങളിലുള്ളവ. സന്തോഷത്തോടെയാണ് അവളത് ചെയ്യുന്നതെന്ന് രാജഗോപാൽ അനുമാനിച്ചു. ഓഫീസിലേക്ക് പോകാൻ നേരം അവളുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തതും അല്ലിമയായിരുന്നു. അതിനായി രാജഗോപാൽ ശ്രീലക്ഷ്മിയെ വിളിച്ചപ്പോൾ എന്താ അച്ഛാ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലിമ ചെന്നു. ഒന്നുമില്ല, ലക്ഷ്മിയെ വിളിച്ചതാ. ഷർട്ട് അയൺ ചെയ്യാനാണോ? എന്നോട് പറഞ്ഞാൽ പോരെ. അല്ലിമ അത് വാങ്ങി അയൺ ചെയ്തു. അയാൾ ഷർട്ട് ധരിച്ചപ്പോൾ കഫ് ബട്ടൺസ് ഇട്ട് കൊടുത്ത് സഹായിക്കുകയും ചെയ്തു. അവൾ തിരികെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ രാജഗോപാൽ വിളിച്ചു. മോളെ 1 മിനിറ്റ്. അല്ലിമ തിരിഞ്ഞു നോക്കി. ഇങ്ങടുത്തു വാ. അവൾ അരികിൽ ചെന്നു. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലച്ചാ, എനിക്കെന്ത് വിഷമോ? നീ അന്യാണെന്നൊരു തോന്നൽ നിൻ്റെ മനസ്സിലെവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇല്ലെന്നേ. സത്യമാണോ? അതെ. അച്ഛനോടെന്തിനാ ഞാൻ കള്ളം പറയുന്നത്? നീ ഇപ്പോൾ പുതിയൊരു അല്ലിമയെ പോലെയാണ് പെരുമാറുന്നത്. മുമ്പൊരിക്കലും നീ ഇങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് നിനക്കൊരു ഇരുത്തം വന്ന പോലെ. ആരോടും വഴക്കില്ല, മത്സരമില്ല, എല്ലാം തനിയെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതിനെന്താ അച്ഛാ കുഴപ്പം? കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരി വിഷമമുണ്ടായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലിമോളെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കാണേണ്ടത്. നിനക്ക് മാറ്റം വന്നാൽ ഞങ്ങൾക്ക് സങ്കടമാകും. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരണ വിധത്തിൽ ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ അച്ഛനും അമ്മയും. അയൽവക്കത്തുള്ള കുട്ടികൾക്കുമുണ്ട്, കൂട്ടുകാർക്കുമുണ്ട്, ക്ലാസ്മേറ്റ്സിനുണ്ട്. അച്ഛനമ്മമാരെ എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാം മക്കളെ വളർത്താൻ കടമയുള്ളവരാണ്. മക്കളെ പഠിപ്പിക്കണം, അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അംഗീകരിക്കണം, അവർക്ക് വേണ്ടി ജോലി ചെയ്യണം. അങ്ങനെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാ എല്ലാ അച്ഛനമ്മമാരും. ഒന്ന് നിർത്തിയിട്ട് അവൾ അച്ഛനെ നോക്കി. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ആ കടമ ചെയ്യേണ്ടവരാണെന്ന്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരണം. അതിനുവേണ്ടി ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്, വഴക്കൊട്ടുണ്ടാക്കിയിട്ടുണ്ട്, അച്ഛനോടും അമ്മയോടും പിണങ്ങിയിട്ടുണ്ട്. ഒന്നും നടത്താതിരുന്നിട്ടില്ല. അവസാനം ആ കല്യാണാലോചന വന്നപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാണ്ടും അത് നടത്താമെന്നും സമ്മതിച്ചില്ലേ? അതെ, അതങ്ങനെയല്ലേ വേണ്ടത്. അതുവരെ അടക്കി പിടിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവൾ പൊടുന്നനെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. സോറി അച്ഛ, ഞാൻ എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി. രാജഗോപാൽ അവളെ നെഞ്ചോട് അണച്ചു പിടിച്ചു. ശിരസിന് പിന്നിൽ മെല്ലെ തട്ടി. കരയരുത്. ഞങ്ങൾക്കും സങ്കടമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അല്ലിമ പെട്ടെന്ന് തേങ്ങലടക്കി നിവർന്നു. അയാളുടെ ഷർട്ടിൽ കണ്ണീർപ്പാടുകൾ കുതിർന്നു കിടന്നു. അവളുടെ ഇരുതോളത്തും പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മോളെ, നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണിനും മനസ്സിനും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 21 വർഷമായിട്ട് നിന്നെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും. അന്ന് മുതൽ ഞങ്ങളുടെ മൂത്ത മകളാണ് നീ. ഇപ്പോഴും നീയും ഞങ്ങളും അങ്ങനെ തന്നെ കാണണം. നിൻ്റെ അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളുമായിട്ട്. രാജഗോപാൽ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവളുടെ കണ്ണും കവളും മൂക്കും ഒപ്പി.
നിൻ്റെ അധികാരത്തിനും അവകാശത്തിനും സ്ഥാനത്തിനും ഈ വീട്ടിലൊരു കുറവും വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. സന്ദീപ് തയ്യാറാണെങ്കിൽ നീയും അവനും തമ്മിലുള്ള മാരേജ് നടത്തിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെയൊരു സത്യം അറിയേണ്ടി വന്നതിൻ്റെ പേരിൽ നീ നിൻ്റെ ആഗ്രഹങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെക്കരുത്. എന്നോടൊന്നും പറയണ്ട അച്ഛാ, എനിക്കറിയാം. 21 വർഷം ഒന്നും അറിയാതെ എന്നെ വളർത്തണമെങ്കിൽ മതി, അതിന് പറയണ്ട. രാജഗോപാൽ ശാസിച്ചു. ഈ വീട്ടിൽ കുറേയധികം ജോലി ചെയ്തിട്ടോ പഞ്ചപാവായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളെ അനുസരിച്ചിട്ടോ ആ കടങ്ങളൊന്നും വീട്ടാൻ നീ ശ്രമിക്കണ്ട, മനസ്സിലായോ? ഞാൻ കടം വീട്ടണതല്ല അച്ഛാ. അല്ലിമ്മയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളെ രണ്ടുപേരെയും, സത്യം. എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു അച്ഛനും അമ്മയും, അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് കിട്ടുന്നത് പോരാന്നാ പരാതി. ഇനിയെങ്കിലും ഞാനിത്തിരി സ്നേഹിച്ചോട്ടെ, എനിക്കിങ്ങനെ അറിയത്തുള്ളൂ. അല്ലിമ്മ വീണ്ടും ഏങ്ങലടിച്ചു. കരയരുതെന്ന് പറഞ്ഞില്ലേ? രാജഗോപാൽ അവളുടെ കവിളത്ത് മൃദുവായി അടിച്ചു, പിന്നെ പിടിച്ചണച്ചു. കർച്ചീഫ് കൊണ്ട് കണ്ണും കവിളും തുടച്ചു. നെറ്റിയിലൊരു ഉമ്മയും കൊടുത്തു. കിച്ചണിൽ നിന്നും ശ്രീലക്ഷ്മി വിളിക്കുന്ന ഒച്ച കേൾക്കായി. അല്ലിമോളെ, നീ എവിടെയാ? ചെല്ല്, അമ്മ വിളിക്കുന്നത്. അവിടെ ചെന്ന് കരഞ്ഞു കാണിക്കരുത്, കേട്ടല്ലോ. അയാൾ അവളുടെ തോളത്ത് തട്ടി. അല്ലിമ്മ മുറി വിട്ടുപോയി. രാജഗോപാൽ കിടക്കയിലേക്ക് ഇരുന്നു. കണ്ണ് നീറിയിട്ട് വയ്യ. ഒടുവിൽ ഉറവ കിനിഞ്ഞതോടെ നീറ്റലിൽ നിലച്ചു. അല്ലമ്മയുടെ കണ്ണീരൊപ്പി അതേ കർച്ചീഫ് കൊണ്ട് കണ്ണുകൾ പൊത്തി അയാളിരുന്നു. മോളെ, ഇന്നും ലേറ്റായി. നീ വിഷുവിനും വിന്ദുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്, ശ്രീലക്ഷ്മി അല്ലിമയോട് നിർദ്ദേശിച്ചു. അവർ ധൃതിയിലാണ്. അല്ലിമ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു. വിശാഖും വിന്ദാരയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി ഡ്രസ്സ് മാറാനായി പോയി. വിശാഖും വിന്ദാരയും പിന്നെ രാജഗോപാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. അല്ലിമ 2 തവണ അമ്മയെ വിളിച്ചെങ്കിലും ദാ വരുന്നു എന്നുള്ള മറുപടി അല്ലാതെ ശ്രീലക്ഷ്മി വന്നില്ല. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? രാജഗോപാൽ അല്ലിമയോട് ചോദിച്ചു. ഇല്ലച്ച, ഇന്നൊരു ദിവസം കൂടി പോട്ടെ. ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ നീ? ഒറ്റയ്ക്കിരിക്കണം. എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണണം. വെറുതെ മനസ്സിനെ കാട് കയറ്റി വിടരുത്. ഇല്ലച്ച. വിശാഖും വിന്ദാരയും പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് പോയി. അവർക്കിന്ന് ക്ലാസ്സുണ്ട്. ശ്രീലക്ഷ്മി വന്നപ്പോഴേക്കും രാജഗോപാലും എഴുന്നേറ്റ് കൈ കഴുകി. നീ എപ്പോൾ കഴിക്കാനാണ് ലക്ഷ്മി? മണി 9:30 കഴിഞ്ഞു. 10-നെങ്കിലും ഓഫീസിൽ ചെല്ലണ്ടേ? ശാസനാസ്വരത്തിൽ പറഞ്ഞിട്ട് രാജഗോപാൽ പോയി. അമ്മ പെട്ടെന്നിരുന്ന് കഴിക്കി, അല്ലിമ പറഞ്ഞു. ഓ, ഇനി അതിനൊന്നും സമയമില്ല മോളെ, പോകണ്ടേ? ശ്രീലക്ഷ്മി ലഞ്ച് ബോക്സ് എടുത്തു. അത് ഞാൻ പാക്ക് ചെയ്തോളാം, അമ്മ കഴിക്കി. എൻ്റെ മുടി ചീകിയിട്ടില്ല. രാജേട്ടൻ ഇന്ന് ഓഫീസിൽ ചെല്ലുന്നവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലിമ അവരെ കസേരയിൽ പിടിച്ചിരുത്തി. മുടിയുടെ കാര്യം ഞാൻ ഏറ്റു. ശ്രീലക്ഷ്മിയുടെ തലമുടിയിൽ കോർത്തു വെച്ചിരുന്ന ചീർപ്പെടുത്ത് അല്ലിമ മുടി ഭംഗിയായി ചീകി ഒതുക്കി. ആ സമയം കൊണ്ട് ശ്രീലക്ഷ്മി 2 ദോശ കഴിച്ചു. അവർ കൈ കഴുകുമ്പോഴേക്കും അല്ലിമ ലഞ്ച് ബോക്സ് നിറച്ചു. അതവർക്ക് കൊണ്ടുപോകാനുള്ള കിറ്റിനുള്ളിൽ തിരുകി. ഓരോരോ ജോലി തീർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാതെ അമ്മ എത്രയോ തവണ വെറും വയറോടെ ഓഫീസിൽ പോയിട്ടുണ്ടെന്ന് അല്ലിമ ഓർത്തു. ഇതുപോലെ താനൊന്ന് മനസ്സ് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നു. പകരം അമ്മ വെറുതെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പോട്ടെ മോളെ. ശ്രീലക്ഷ്മി പോകാൻ ഭാവിച്ചപ്പോൾ അല്ലിമ്മ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ശ്രീലക്ഷ്മി ആശ്ചര്യത്തോടെ അവളെ നോക്കി. അല്ലിമ്മ ഇരു ചുമലിനും മീതെ കൂടി അവരെ ആശ്ലേഷിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തു. ശ്രീലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലിമ്മ ശിശുവായിരുന്നപ്പോൾ അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തമിട്ട് കളിക്കുമായിരുന്നു. അന്നേരം രണ്ടുപേരും ചിരിക്കും. പിന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. പിന്നീട് എപ്പോഴും അത് നിലച്ചുപോയി. എങ്കിലും ചില ഒറ്റപ്പെടലുകളിൽ ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലിമയോ വിന്ദാരയോ ഒന്ന് അരികിലിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ഒരു ഉമ്മ തന്നിരുന്നുവെങ്കിൽ എന്ന്. വിഷമിക്കണ്ട കേട്ടോ, പോയിട്ട് വരാം. ശ്രീലക്ഷ്മി അവിടെ നെറ്റി തലോടി. വാതുക്കൾ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അല്ലിമ നോക്കി നിൽക്കുന്നു. അവർ പെട്ടെന്ന് തിരികെ വന്നു. ഞാൻ കൂട്ടിരിക്കണോ? വേണ്ട, പോയിക്കോ. ഇവിടെ ഇരുന്ന് സങ്കടപ്പെടരുത്. ഇല്ലമ്മേ, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ.
ശ്രീലക്ഷ്മി മന്ദഹസിച്ചിട്ട് യാത്രയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ജയദേവൻ നമ്പ്യാർ മകനെ തിരക്കി. അവനെന്താ, കഴിക്കാനൊന്നും വേണ്ടേ? അവൻ ശീതസമരം നടത്തുമല്ലേ. ആരോട്? ലോകത്തോട് മുഴുവൻ. അതിനൊരു കാരണം വേണ്ടേ? അതവനല്ലേ അറിയൂ. ജോലിക്ക് പോയിട്ട് തന്നെ ദിവസത്രയായി. ഇന്നലെയും പോയില്ല. അങ്ങനെ അവനെ അവൻ്റെ തോന്നിയ ദിവസത്തിന് വിട്ടാൽ എങ്ങനെയാണ്? ജേട്ടൻ തന്നെ അവനോട് സംസാരിക്കും. ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോഴല്ലേ ദേഷ്യം വരാൻ നമ്മളെന്ത് തെറ്റ് ചെയ്തു? അത് ഞാൻ അവനോട് ചോദിച്ചിട്ട് മറുപടിയില്ല. അവനെന്താ ഇത്ര ബുദ്ധിയില്ലാത്തവനാണോ? ചിന്താശക്തിയില്ലേ അവന്? അവന് വിവാഹം ആലോചിച്ച് പെണ്ണിൻ്റെ ജാതകം ചോദിച്ചു. തെറ്റാണോ അത്? അല്ല, ജാതകം തന്നില്ല. പോട്ടെ, ജനന തീയതി ചോദിച്ചു, അതും തന്നില്ല. അപ്പോൾ പറയുന്നു എവിടുന്നോ ദത്തെടുത്താണെന്ന്. ഇതൊക്കെ ഒരു കുടുംബത്തിന് ചേർന്ന ബന്ധമാണോ? ഇതൊക്കെ അവനോട് പറഞ്ഞു. അവനിപ്പോൾ എല്ലാവരോടും ദേഷ്യ. വേറൊന്നുമല്ല തെറ്റ്, അവൻ്റേതാണെന്ന് അവന് ശരിക്കറിയാം. അതാണ് സംഗതി. നീ അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. രാജശ്രീ ഉടനെ തന്നെ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. സന്ദീപ് വെറുതെ കിടക്കുകയാണ്. നീ എണീക്കുന്നില്ലേ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്ക് വിശക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞല്ലോ. പിന്നെയും എന്തിനാ എന്നെ വിളിക്കണേ? അച്ഛൻ വിളിക്കുന്നു നിന്നോട് സംസാരിക്കണമെന്ന്. അച്ഛനിപ്പോൾ എന്നോട് സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. ആർക്കും നല്ലത്? നിനക്കോ അച്ഛനോ? തെല്ലി പരിഹാസഭാവത്തിൽ രാജശ്രീ ചോദിച്ചു. രണ്ടുപേർക്കും. നീ എണീറ്റ് വാ. പറയാനുള്ളത് പറ അച്ഛനോട്. അച്ഛനും നിന്നോട് പറയാനുണ്ട്. അമ്മയെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം സന്ദീപ് ധൃതിയിൽ എഴുന്നേറ്റു. അമ്മ പുറകെ വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ കോണിപ്പടി ഇറങ്ങി താഴെയെത്തി. മകൻ്റെ വരവും നിൽപ്പും കണ്ട് ഒരു നിമിഷം ജയദേവൻ നമ്പ്യാർ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. വേണമെങ്കിൽ വിചാരണ നടത്തുകയോ വിധിക്കുകയോ ശിക്ഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് വെല്ലുവിളിക്കുന്ന മട്ടിൽ നിൽക്കുകയാണ് സന്ദീപ്. നിനക്ക് ആരോടാ എത്ര വാശി? നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. അവരുടെ ഭാഗത്താ തെറ്റ്. അത് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ? പ്രോപ്പറായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ജാതകം ചോദിച്ചു, ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു, ഇല്ല. ഒടുവിൽ അപ്ഡേറ്റ് ചെയ്തതാണെന്നൊരു കുറ്റസമ്മതം. കുറ്റസമ്മതമോ? എന്ത് കുറ്റസമ്മതം? ജാതകമില്ല, അതുകൊണ്ടില്ലെന്ന് പറഞ്ഞു. കൃത്യമായ ജനനത്തീയതി അറിയില്ലെന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് അറിയാത്തതെന്ന് ചോദിച്ചപ്പോൾ ദത്തെടുത്താണെന്ന് പറഞ്ഞു. അവർ കള്ളല്ലല്ലോ പറഞ്ഞത്. അതിലെവിടെയാ തെറ്റ്? സന്ദീപ് കർക്കശ സ്വരത്തിൽ സംസാരിച്ചു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ അവർ കല്യാണാലോചനയ്ക്ക് വന്നത്? ആര് കല്യാണാലോചനയ്ക്ക് വന്നു? അവരല്ല, ഞാനാ ചെന്നത്. എനിക്ക് ആ പെൺകുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ നിനക്ക് പറ്റിയ പെണ്ണല്ലാതെന്ന്? അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. എനിക്ക് പറ്റിയ പെണ്ണല്ലെന്ന് അച്ഛൻ പറഞ്ഞാൽ മതിയോ? എനിക്ക് ബോധ്യമാകണ്ടേ? എനിക്ക് ജാതകം അറിയണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട. അവൾ ദത്തുപുത്രിയാണെങ്കിൽ എനിക്കെന്താ? ഏതെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മകളാണല്ലോ, ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ, വിദ്യാഭ്യാസവും സംസ്കാരവും ഉണ്ടല്ലോ, അത്രയും മതി. സന്ദീപ് പറഞ്ഞു നിർത്തി. അധ്യായം 31. ജയദേവൻ നമ്പ്യാർ വാഷ് ബേസിന് മുന്നിൽ ചെന്ന് കൈ കഴുകാൻ അല്പം സമയമെടുത്തു. പറയാനുള്ളത് മനസ്സിലെടുക്കാനുള്ള സമയമായിരുന്നു അത്. അയാൾ തിരികെ വരുമ്പോഴേക്കും സന്ദീപ് സ്റ്റെയർ കേസ് പാതയോളം കയറിക്കഴിഞ്ഞു. സന്തു, നീ എന്താ പോയത്? നമ്മൾ സംസാരിച്ച് തീർന്നില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. സന്ദീപ് കോണിപ്പടി പാതയിൽ തിരിഞ്ഞു നിന്നു. നിനക്കിനി ഒന്നും പറയാനില്ലേ? ഇല്ല. എന്നാൽ എനിക്ക് പറയാനുണ്ട്, നീ കേൾക്കണം. മകൻ ആവേശത്തിളപ്പിലാണെന്നും സംയമനം പാലിക്കേണ്ടത് താനാണെന്നും ജയദേവൻ നമ്പ്യാർക്കറിയാം. അതിനാൽ ശാന്തസ്വരത്തിലാണ് അയാൾ പറഞ്ഞത്. നീ പറഞ്ഞല്ലോ, ജാതകം വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട, തറവാടിത്തം വേണ്ട, അച്ഛനമ്മമാരാരെന്നറിയണ്ട. ഇതൊക്കെ വെറും ഒരു പെണ്ണായാൽ മതിയല്ലോ. സന്ദീപ് താഴേക്കിറങ്ങി വന്നു. അച്ഛൻ പറയുന്ന പോലെ വെറും ഒരു പെണ്ണല്ല അല്ലിമ. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അച്ഛനറിയാലോ. വിദ്യാഭ്യാസം ഉണ്ടായാൽ മതിയോ? തൊലിവെളുപ്പുണ്ടായാൽ മതിയോ? എനിക്കറിഞ്ഞുകൂടാ ഇനി എന്തൊക്കെ വേണമെന്ന്. അച്ഛൻ പറ. അവളുടെ ജാതി ഏതാണ്, മതമേതാണെന്ന് നിനക്കറിയാം? ഇന്ത്യക്കാരിയാണല്ലോ. സന്തു, നീ തർക്കുത്തരം പറയരുത്. ഞാനൊരു മജിസ്ട്രേറ്റ് കൂടിയാണെന്ന് ഒരു ഓർമ്മ വേണം. ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത്. എടോ, അവൾ ഹീനമായ ഒരു സാഹചര്യത്തിൽ ജനിച്ചവളാണ്.
അങ്ങനെ ഒരുത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണോ ഈ കുടുംബം? മോശമായ സാഹചര്യമെന്ന് അച്ഛൻ ഉദ്ദേശിച്ചതെന്താ? നല്ല കുടുംബത്തിൽ നല്ല ബന്ധങ്ങളിൽ നിന്നും ജനിച്ച ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അതിനെ വളർത്താൻ അതിൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവും. ഒരു കുഞ്ഞിനെ അതിൻ്റെ അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ച് കളയുന്നതിന് ഒന്നാമത്തെ കാരണം അത് വഴിപിഴച്ചുണ്ടായതായിരിക്കും എന്ന് തന്നെയാണ്. അന്യമതക്കാരിക്കും ജനിച്ച കുട്ടിയായിരിക്കും. അവിഹിത ഗർഭമായിരുന്നിരിക്കും. ദാരിദ്ര്യവും രോഗവും ദുരിതങ്ങളും കാരണം ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കും. ഇതിനൊക്കെ പുറമേ ജേതമെന്നും പേരൊന്നും നിർത്തി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യക്കുഞ്ഞ് അല്ലാതാകുന്നില്ല. അല്ലിമ ജനിക്കുമ്പോൾ അവർ കോരമ്പത്തൂരായിരുന്നു താമസം എന്നല്ലേ പറഞ്ഞത്? ആയിരിക്കും. അവിടുത്തെ ഏതെങ്കിലും തെരുവ് വേശ്യയ്ക്ക് ജനിച്ച കുട്ടിയാണെങ്കിലോ നമ്മൾ ആ വിഴുപ്പ് ചുമക്കണോ? സന്ദീപ് പതറിപ്പോയി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നത് തന്നെ ഒരു ക്രൈമാണ്. അത് ചെയ്യുന്നവർക്ക് ഒരു ക്രിമിനൽ മൈൻഡുണ്ട്. ഇങ്ങനെയൊരു മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ അത് ചെയ്തവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടാവും. ജയദേവൻ നമ്പ്യാർ സമർത്ഥിച്ചു. അനാഥ കുട്ടികളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ സ്വഭാവമുള്ളതാണോ? സന്ദീപ് തിരക്കി. ഞാൻ പറഞ്ഞില്ല, പല വിധത്തിൽ അനാഥരാകുന്ന കുട്ടികളുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അനാഥരാകുന്നവരുടെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലിമ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ അച്ഛ. സന്തു, ഞാനൊരു മജിസ്ട്രേറ്റാണ്. ഇതുപോലത്തെ പല കേസുകളും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം കേസുകളും ഞാൻ ഈ പറഞ്ഞ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് വെച്ച് അല്ലിമ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവളായിരിക്കണമെന്നില്ലല്ലോ. അല്ലാത്ത സംഭവങ്ങളുമില്ലേ? നിനക്ക് ചിന്താശേഷിയില്ലേ സന്തു? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്നത്? ആരെങ്കിലും അതിനുണ്ടാവും, അച്ഛനോ അമ്മയോ ബന്ധുക്കളും. എന്നിട്ടും ഉപേക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. അതിനെ വളർത്താനും സംരക്ഷിക്കാനും സാഹചര്യം മുന്നിലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടില്ല? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സ്നേഹത്തോടെ. ഒരുപാട് സങ്കടങ്ങൾ വരുന്ന അധ്യായങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റക്ക് ചെയ്യേണ്ടി വരുന്ന പോലെ തോന്നും. ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് കാണാം.